പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, നിത്യജീവൻ്റെ പാതയിലേക്ക് സ്വാഗതം. ഇതിനോടകം അനേക വ്യക്തികൾ തങ്ങളുടെ വ്യക്തിജീവിതങ്ങളിൽ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ തങ്ങളുടെ ജീവിതത്തെ തന്നെ ആകെ മാറ്റിമറിച്ച് പുതിയ വ്യക്തികളായി തീർന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നേ ദിവസം നമ്മൾ കാണാൻ പോകുന്നത് ബുദ്ധിമാന്മാരെ ലജ്ജിപ്പിക്കുവാൻ വേണ്ടി ലോകദൃഷ്ട്യാ ഭോഷന്മാരെ തിരഞ്ഞെടുക്കുന്ന കർത്താവ്, ആരോഗ്യവാന്മാരെ ലജ്ജിപ്പിക്കുവാൻ വേണ്ടി അനാരോഗ്യമുള്ളവരെ തിരഞ്ഞെടുക്കുന്ന കർത്താവ്, യാതൊരു വൈകല്യവുമില്ലാത്തവരെ ലജ്ജിപ്പിക്കുവാൻ വേണ്ടി എല്ലാവിധത്തിലും വൈകല്യമുള്ളവനെ തിരഞ്ഞെടുക്കുന്ന കർത്താവ്, ഒരു പ്രിയപ്പെട്ട സഹോദരനെ തൻ്റെ വ്യക്തിജീവിതത്തിലേക്ക് കർത്താവ് കടന്നു ചെന്നപ്പോൾ ജന്മനാ ഉണ്ടായിരുന്ന വൈകല്യങ്ങളും, പ്രത്യേകിച്ച് ശരീരത്തിന് യാതൊരു വിധത്തിലും ആരോഗ്യമില്ല എന്ന് കരുതി ഏകാന്തതയുടെ തടവറയിലായിരുന്ന മനുഷ്യൻ, ആൾക്കൂട്ടത്തിൽ തനിയെ ആയിരുന്ന മനുഷ്യൻ, ഇതാ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എപ്രകാരം തൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. സ്വാഭാവികമായിട്ട് ശരീരത്തിൻ്റെ ആരോഗ്യവും ശരീരത്തിൻ്റെ അനാരോഗ്യാവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനാവില്ല എന്ന് കരുതുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ, ആ ശരീരത്തിനുള്ളിലെ ആത്മാവിൻ്റെ വിലയറിഞ്ഞു കഴിഞ്ഞപ്പോൾ, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ആത്മാവുള്ളത് കൊണ്ട് മാത്രമാണ് ശരീരത്തിന് മഹത്വം ഉണ്ടാകുന്നതെന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യൻ ഇതാ അനേകർക്ക് വെളിച്ചമായി തൻ്റെ ജീവിതത്തെ തന്നെ അനേകർക്ക് സാക്ഷ്യമാക്കി മാറ്റി. അതിലേക്ക് കടന്നു വന്നത് ആരെന്ന് നിങ്ങൾക്കറിയണ്ടേ? മറ്റാരുമല്ല, ഒല്ലൂർ ഇടവകയിലുള്ള ബിനു എന്ന സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു 6 വർഷങ്ങൾക്ക് മുമ്പ് യേശു കടന്നു വന്നതിന് ശേഷവും അതിന് മുൻപും അദ്ദേഹം എന്തായിരുന്നുവെന്ന് ശ്രവിക്കുവാനായി നമുക്ക് ഒല്ലൂരേക്ക് പോകാം. നവീകരണ കൊടുങ്കാറ്റ് ആശീർവദിച്ച ജീവിതങ്ങളെ അടുത്തറിഞ്ഞുകൊണ്ടുള്ള ഈ പ്രോഗ്രാമിൻ്റെ യാത്ര തുടരുകയാണ്. ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾക്ക് നടുവിലും ശരീരത്തിൻ്റെ രോഗാവസ്ഥയിലും തളരാതെ കുരിശിലേക്ക് നോക്കി സുവിശേഷത്തിനായി ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിയുടെ അനുഭവങ്ങളിലേക്കാണ് നാം ഇന്ന് ചെല്ലുന്നത്. ഇത് തൃശൂർ ഒല്ലൂരിനടുത്ത് പടവരാടുള്ള ബിനു. ശരീരത്തിൻ്റെ വൈകല്യങ്ങൾക്ക് നടുവിലും മറ്റുള്ളവർക്ക് മുൻപിൽ നമ്മുടെ നാഥൻ്റെ വയലേലകളിൽ വിവിധ ശുശ്രൂഷകൾക്ക് പങ്കുചേരുന്ന വ്യക്തി. ശരീരത്തിലെ എല്ലുകളുടെ ബലം നഷ്ടപ്പെട്ട് പൊട്ടിപ്പോകുന്ന രോഗാവസ്ഥയിലും ആത്മാക്കളെ സ്വന്തമാക്കുന്ന സുവിശേഷ വേലകളിൽ സദാ വ്യാപരിക്കുന്ന ജീവിതം. തൻ്റെ കൂട്ടായ്മയിലും ചുറ്റുപാടും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുക വഴി തളരാതെ മുന്നേറുന്ന ഒരു യോദ്ധാവിനെ പോലെ ഈ യുവാവ് നമുക്ക് മാതൃകയാകുന്നു. തൻ്റെ ജീവിതത്തിൽ യേശുനാഥൻ ഇടപെട്ട ആ സുന്ദര നിമിഷത്തെക്കുറിച്ച് ബിനു നമുക്ക് മുൻപിൽ വാചാലനായി. നിത്യജീവൻ്റെ പാതയിൽ പലരെയും പരിചയപ്പെട്ട് കാണുമല്ലോ ബിനു. തീർച്ചയായിട്ടും ഇപ്രാവശ്യം ബിനുവിലൂടെയാണ് കർത്താവ് തൻ്റെ ശാലോം പ്രേക്ഷകരെ അറിയിക്കുന്നത്. ബിനുവിൽ പ്രവർത്തിച്ച കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെയും കർത്താവിൻ്റെ ആനന്ദത്തിൻ്റെയും ഒക്കെ കിരണങ്ങൾ ശാലോം പ്രേക്ഷകർ അനുഭവിക്കാൻ ഈ എപ്പിസോഡ് വളരെ ഉപകരിക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. സന്തോഷത്തോടെ ഇതിലേക്ക് സ്വാഗതം. വാസ്തവത്തിൽ ഇന്ന് അനേക മനുഷ്യരെ ആരോഗ്യമുണ്ടെങ്കിലും എന്നല്ല വിദ്യാഭ്യാസമുണ്ടെങ്കിലും പല സാഹചര്യങ്ങളും അനുകൂലമാണെങ്കിലും സന്തോഷമെന്തെന്ന് അനുഭവിക്കാതെ അല്ലെങ്കിൽ ആനന്ദമെന്തെന്ന് അനുഭവിക്കാതെ കഴിയുകയാണ്. എന്നാൽ ഒരു 5-6 വർഷമെങ്കിലും ആയിട്ടുണ്ട് ബിനുവിൻ്റെ ജീവിതത്തിലെ ആനന്ദത്തിൻ്റെ കിരണങ്ങൾ ആ മുഖത്ത് പ്രകടിപ്പിക്കുവാനും ആ ആനന്ദത്തിലേക്ക് അനേകരെ ബിനു ആകർഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉറവിടമായ തമ്പുരാനിലേക്ക് പലരെയും നയിക്കുവാൻ ബിനുവിൻ്റെ ജീവിതം ഇടയായി. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ബിനു എത്തിച്ചേരാൻ സഹായിച്ച സാഹചര്യങ്ങൾ ശാലോം പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ടല്ലോ. സന്തോഷമുണ്ട്. എങ്ങനെയാണ് ബിനു ഈ യേശു അനുഭവത്തിലേക്ക് വന്നതും അതിന് മുൻപ് എപ്രകാരമായിരുന്നു എന്നൊന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ ദൈവാനുഭവത്തിലേക്ക് വന്നേക്കാൾ മുമ്പ് 10-26 വർഷമായിട്ട് ഞാൻ നടക്കില്ലായിരുന്നു. ആ സമയങ്ങളിലൊക്കെ തീരെ നിരാശയിലും മറ്റുള്ളവരെ അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥകളിലും ആരുടെ മുമ്പിൽ നമ്മൾ ചെല്ലാൻ പറ്റാത്തൊരവസ്ഥകളായിരുന്നു. എന്നിലേക്ക് തന്നെ ഒതുങ്ങുന്നൊരവസ്ഥ. എൻ്റെ കുറവുകളിലേക്ക് നോക്കി 26 വർഷക്കാലം ഞാൻ ജീവിച്ചൊരു ഇതിലാണ്. ഇപ്പോൾ എനിക്ക് 30 വയസ്സുള്ള ആയിട്ടുള്ളൂ.
26 വർഷക്കാലം ഞാൻ ജീവിച്ചത് എൻ്റെ കുറവ് നോക്കി ഒരു സ്ഥലത്തേക്കും പോകാത്തൊരവസ്ഥ. ഇപ്പോൾ കുർബാനയ്ക്ക് പോവുകയാണെങ്കിൽ എല്ലാവരും പള്ളിയിൽ കയറി കഴിയുമ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കും. അവിടെ നടന്നു പോകാനൊക്കത്തില്ല, അങ്ങനെ കൊണ്ടിരിക്കും. ഞാൻ നിരങ്ങിയാണ് ഒരു സമയങ്ങളിൽ നടന്നിരുന്നത്. ഫുള്ളായിട്ട് നിരങ്ങി ഒരു അവസ്ഥയിലായിരുന്നു. ആ സമയങ്ങളിലൊക്കെ ഞാനായിരുന്നു കൊയറിൽ പാട്ട് പാടിക്കൊണ്ടിരുന്നത്. എല്ലാ ദിവസവും ദിവ്യബലിയിൽ 10 വർഷമായിട്ട് ദിവ്യബലി മുടങ്ങിയിട്ടില്ല. ചുരുക്ക ചില സമയങ്ങളിൽ തീരെ വയ്യാത്തൊരവസ്ഥയിൽ മാത്രമാണ് ദിവ്യബലി മുടങ്ങിയിട്ടുള്ളൂ. ആ സമയങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കുറവുകളിലേക്കും മറ്റുള്ളവർ നമ്മൾ അംഗീകരിക്കുന്നില്ലാത്തൊരവസ്ഥയിലേക്കായിരുന്നു. അതെ, നമ്മൾ അതിലൊന്നും ഒരു ആനന്ദം കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഞാൻ ദൈവാനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ്, യഥാർത്ഥമായി ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചു തുടങ്ങിയപ്പോഴാണ്, ഈ കുറവിലേക്ക് നോക്കാണ്ട് ഈശോയിലേക്ക് നോക്കിയപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയത്. ഒരുപാട് നിരാശയിലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ വീട്ടിൽ എനിക്ക് മാത്രമല്ല, എൻ്റെ അനിയനും ഇരുന്ന് കിടക്കുന്നൊരവസ്ഥയിലാണ്. പിന്നെ അമ്മയ്ക്കും പറ്റാത്തൊരവസ്ഥ. അപ്പച്ചനാണെങ്കിൽ 15 വർഷക്കാലമായി അപ്പച്ചൻ ഞങ്ങളുടെ ഈ അവസ്ഥ കൊണ്ട് ഞങ്ങളെ നോക്കാൻ പറ്റാത്തൊരു ഇതിൽ നിന്ന് അപ്പച്ചൻ ഞങ്ങളെ വിട്ട് വേറെ സ്ഥലത്തേക്ക് മാറി. ഇപ്പോൾ 19 വർഷത്തിന് മേലെയായി. പക്ഷേ ഈ സമയങ്ങളിലൊക്കെ ദൈവസ്നേഹം അനുഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചുരുങ്ങി ഒരു 6 വർഷക്കാലമായിട്ടുള്ളൂ. ശരിക്കും ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, കർത്താവേ എന്നെ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റരുതെന്നാണ് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. ശരിക്കും ഈ അവസ്ഥയിലാണ് എനിക്ക് ഈ ദൈവാനുഭവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അപ്പോഴാണ് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഇന്നും കൂടി ഞാൻ പ്രാർത്ഥിച്ചാണ് ഈ അവസ്ഥയിൽ നിന്ന് മാറ്റി ചിലപ്പോൾ ഞാൻ ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഈ അവസ്ഥയിലാണ് ഞാൻ കർത്താവിനെ കണ്ടുമുട്ടിയെന്നുള്ളൊരു വലിയൊരു ബോധ്യം എൻ്റെ ജീവിതത്തിലുണ്ടായി. അപ്പോൾ ഈ അപ്പനെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞപ്പോഴും വേണ്ടവണ്ണം ആരോഗ്യമില്ലാത്ത അമ്മയും അനുജനും ഒക്കെയുള്ള അവസരത്തിൽ പെങ്ങളുടെ വിവാഹം നടന്നു, മറ്റു പല കാര്യങ്ങളും നടന്നു. അപ്പോൾ അതിനുള്ള സാമ്പത്തിക കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു? അതോ ആ സമയങ്ങളിൽ അമ്മയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. പല വ്യക്തികളും നമ്മളെ സഹായിച്ചിരുന്നു. പെങ്ങളുടെ കല്യാണത്തിനൊക്കെ സഹായിച്ചിരുന്നു. ഞാനിവിടെയല്ല പഠിച്ചതും വളർന്നതും. ഞാൻ കാക്കനാട് ചിറ്റേത്തുകര എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അവിടെ ഒരു ഹോം ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഞങ്ങളെപ്പോലുള്ള വികലാംഗരായ വ്യക്തികളുടെ കൂടെയാണ് ഞാൻ ആയിരുന്നത്. ആ സമയങ്ങളിലൊന്നും നമ്മൾ ആ സങ്കടം വലുതായിട്ട് പ്രകടിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. നമ്മളെക്കാൾ മോശമായിട്ട് ഇരുന്ന് നിരങ്ങുന്ന അവസ്ഥകളിലും ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ പഠിച്ചിരുന്നത് എല്ലാവരോടും ഒപ്പമായിരുന്നു. ആ സമയങ്ങളിൽ മറ്റുള്ളവരെ കാണുമ്പോഴും മറ്റുള്ളവരെ അടുത്തിരിക്കും, വീടുകളിൽ നിന്ന് വരുന്ന ആൾക്കാരല്ല, ആ വീടുകളിൽ നിന്ന് വരുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ മറ്റുള്ളവരെ കാണുമ്പോഴും അവരടുത്തിരിക്കുമ്പോഴൊക്കെ നമുക്കൊരുപാട് സങ്കടമായിരുന്നു. ഇവരെ പോലെ കളിക്കാൻ പറ്റില്ല. എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് കൈമേ എല്ലിമൊക്കെ തട്ടിയാൽ മതി, അപ്പോൾ എല്ല് ഒടിയും. അങ്ങനത്തെ 10-25 പ്രാവശ്യം കാലുമ ഒടിഞ്ഞിട്ടുണ്ട്. കാല് കണ്ട ഈ 2 കാലുമേയും ഇങ്ങനെ കമ്പിയാണ്. ഈ അവസ്ഥകളിൽ 10-25 പ്രാവശ്യം ഇങ്ങനെ ഒടിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒറ്റപ്പെട്ട ഒരു ജീവിതമായിരുന്നു. എല്ലാം ഉണ്ടെങ്കിലും കൊയറിൽ പാട്ട് പാടുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ സ്കൂളിൽ എല്ലാ മത്സരങ്ങളിലും എനിക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ് കിട്ടാറുണ്ട്, പാടുന്നതിനും വരയ്ക്കുന്നതിനും പല കാര്യങ്ങൾക്കും. പക്ഷേ അതിലൊന്നും ആനന്ദം കണ്ടെത്താനായിട്ട് എനിക്ക് സാധിച്ചില്ല. കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചപ്പോഴാണ് യഥാർത്ഥമായ ഒരു ജീവിതം തന്നെ ഉണ്ടാകുന്നത് എനിക്ക് ബോധ്യം വന്നത്. അതിന് മുമ്പൊന്നും എനിക്ക് എങ്ങനെയും മരിച്ചാൽ മതി എന്നുള്ള ചിന്തപ്പാടുകളൊക്കെ ഒരു സമയങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ദൈവം അതിനൊന്നും ഇടവരുത്തിയില്ല. ദൈവം എന്നെ ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകാനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ അന്ന് വരെ വിചാരിച്ചിരുന്ന ശരീരമാണ് ഞാനെന്ന് ധരിച്ചിരുന്നു വാസ്തവത്തിലല്ലേ. അതുകൊണ്ട് ശരീരത്തിൻ്റെ ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല, പിന്നെ അതിനപ്പുറത്തേക്ക് കാണാനൊന്നും കഴിഞ്ഞില്ല. എന്നാൽ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോഴാണ് യഥാർത്ഥത്തിൽ ആത്മാവാണ് ജീവൻ നൽകുന്നതെന്നും ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്നുള്ളൊരു വചനം എന്നെ ഒരുപാട് സ്പർശിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഈ കാണുന്ന ഈ ഭംഗിയോ ഇതൊന്നുമല്ല, കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ച ആ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ഒരു ആനന്ദം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മുന്നോട്ട് പോകാമെന്നുള്ളൊരു ധൈര്യത്തിലേക്ക് വന്നത്. ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ മണിക്കൂറുകൾ ചെലവഴിക്കുക വഴി നിരാശയുടെ കുഴിയിൽ നിന്നും കരകയറാൻ ഈ യുവാവ് കരുത്തു നേടി. വിശുദ്ധിയുടെ സുന്ദര കിരീടം ചൂടിയ എവുപ്രാസ്യമ്മയുടെ മഠത്തിലെ ദിവ്യകാരുണ്യ സന്നിധിയിൽ വന്ന് നാഥന്റെ സവിധത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയും അമ്മയുടെ വലിയ സാന്നിധ്യം അനുഭവിക്കുകയും ചെയ്യുന്നു. പള്ളിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്തും ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞു വരുമ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങൾ
ഈ കൊച്ചുമകനെ കാണാറുണ്ട്. അപ്പോൾ അവൻ്റേതായിട്ടുള്ള വിഷമങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം അവനോട് ചോദിച്ചപ്പോഴാണ് അവൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാനിടയായത്. അപ്പോൾ അങ്ങനെ അവനോട് കുറച്ച് സംസാരിച്ചു. പിന്നീട് അവനെ കാണുമ്പോഴൊക്കെ ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും പറയുകയോ ചിരിക്കുകയോ അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടിയിട്ട് സംസാരിക്കുകയോ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ നടന്ന് വിഷമിച്ച് വരുന്നത് കാണുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാനായിട്ട് ഞങ്ങൾ സംസാരിക്കാനിടയായത്. പലരും സഹായിച്ചു, പ്രത്യേകിച്ച് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും സഹായിച്ച് അവനെ ഒരു ബൈക്ക് വാങ്ങിക്കാനായിട്ട് സാധിച്ചു. മിടുക്കനായിട്ട് ഉള്ള ഈ കൊച്ചുമകൻ ബൈക്ക് ഓടിക്കാനൊക്കെ ആയിട്ട് നന്നായി പഠിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ബൈക്കിൽ ഒരു വിഷമവും കൂടാതെ അവന് പ്രാർത്ഥിക്കാൻ വരാൻ സാധിക്കും. ചില വ്യക്തികളെ നമ്മൾ കാണുമ്പോൾ ആവശ്യമുള്ളപ്പോൾ മാത്രം കർത്താവിനെ സമീപിക്കുന്നവരുണ്ട്. എന്നാൽ ഈ മകൻ അങ്ങനെയല്ല. ആവശ്യം കഴിഞ്ഞിട്ടും ഈ ബൈക്ക് കിട്ടിയിട്ടും അവൻ സാധാരണയായിട്ട് വരാറുള്ളതിൽ കൂടുതലല്ലാതെ ഒട്ടും കുറവുണ്ടായിരുന്നില്ല വരുന്നതിന്. എപ്പോഴും അവിടെ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കാനും അവൻ്റെ പെരുമാറ്റവും കാര്യങ്ങളും മറ്റുള്ളവർക്കും വളരെയധികം സ്പർശിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് ദൈവത്തിൻ്റെ സ്തുതിക്കും മഹത്വത്തിനുമായിട്ട് അവൻ സ്വീകരിക്കുന്നതിലാണ് അതിലേറെ ഒരു സന്തോഷവും ദൈവമഹത്വവും ഞങ്ങൾ കാണുന്നത്. കാരണം അവൻ അത് സ്വീകരിക്കുകയും അവൻ്റെ വീട്ടിലെ വിഷമങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ അവൻ പഠിക്കുകയും ചെയ്തു. അപ്പോൾ ദൈവം എല്ലാ കാര്യങ്ങളും നമ്മുടെ നന്മയ്ക്കായി ചെയ്യുന്നു എന്ന തിരുവചനം ഇവിടെ നിറവേറുന്നതായിട്ട് എനിക്ക് മനസ്സിലാകുന്നു. അത് ഞാൻ അവനിൽ നിന്ന് പഠിച്ചു. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ ഇതിങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വന്നതിന് ശേഷം ഇദ്ദേഹം ഇപ്പോഴെന്തൊക്കെ ചെയ്യുന്നുണ്ടതിന്? ഞാനിപ്പോൾ എൻ്റെ ഒരു അവസ്ഥ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ശരീരം ഒടിയുന്നൊരവസ്ഥയായിരുന്നു. പക്ഷേ ഞാൻ ഒരു ധ്യാനത്തിലൂടെയാണ് കർത്താവ് എനിക്ക് സൗഖ്യം തന്നത്. അതിന് മുമ്പ് 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ട് നടത്തണം, അല്ലെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ ഒരു 6 വർഷത്തിന് ശേഷമാണ് ഞാൻ ഫുൾ ടൈമായിട്ട് നടന്നു തുടങ്ങിയത്. അല്ലെങ്കിൽ ആരെങ്കിലും കൈ പിടിക്കണമായിരുന്നു. ഇപ്പോൾ തങ്കച്ചായ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ കൈ പിടിച്ചെങ്കിലും ഞാനത് എൻ്റെ ഒരു സിമ്പിളായിട്ട് പിടിച്ചെന്നുള്ളൂ. അല്ലെങ്കിൽ തങ്കച്ചായൻ്റെ കൈ ഇവിടെ വേദന എടുക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഒരു സമയത്ത്. പക്ഷേ കർത്താവിൻ്റെ ഒരു ധ്യാനം കൂടി വന്നപ്പോഴേക്കും എൻ്റെ എല്ലുകൾക്കൊക്കെ ബലം കിട്ടി. ഇതൊന്നും നമ്മൾ മറ്റുള്ളവർ പറഞ്ഞാൽ മനസ്സിലാവില്ല. ശരിക്കും ഇത് അനുഭവിക്കണം. ദൈവാനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. അപ്പോൾ ഇത് അനുഭവിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ആ രുചി നമുക്കറിയാം. അപ്പോൾ വചനം പറയുന്നില്ല, കർത്താവിൻ്റെ ഇത് നിങ്ങൾ രുചിച്ചറിയുവിൻ എന്നൊക്കെ പറയുന്നുണ്ട്. ദൈവത്ര നല്ലവനെന്ന് അനുഭവിച്ചറിയുവിൻ അല്ലേ? അപ്പോൾ കർത്താവിനെ രുചിച്ചറിയുവാൻ സാധിച്ചു ഈ ധ്യാനത്തിലൂടെ അല്ലേ? അപ്പോൾ ഈ അറിഞ്ഞ ദൈവത്തെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇതുപോലെ സ്വസ്ഥമായി ഇരിക്കുന്നേ ഉള്ളൂ, അതോ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്താനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ അസിസി പ്രയർ ടീം ഒരു ഇവിടെ ഗ്രൂപ്പുണ്ട് വല്ലൂർ. അവിടെ ഫുൾ ടൈം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നുണ്ട്. അത് ഫുൾ ടൈം ഇരിക്കുന്നുണ്ട്. ഒരുപാട് പേര് നമ്മളവിടെ വിളിച്ച് പ്രാർത്ഥന സഹായം പറയുന്നുണ്ട്. ഒരുപാട് പേര് പ്രാർത്ഥിച്ച് അപ്പം തന്നെ വിളിക്കാറുണ്ട്. ഇപ്പോൾ ശരിയായി, എല്ലാ കാര്യങ്ങളും കറക്റ്റായി എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കാറുണ്ട്. ഈ ഫുൾ ടൈം എന്ന് ഉദ്ദേശിച്ച് എത്ര മണി മുതൽ എത്ര മണി വരെയാണ്? ഞാനൊരു 10 മണി തൊട്ട് ഒരു 5 മണി വരെ അവിടെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഇരിക്കില്ല. നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഇപ്പോൾ വല്ലവരെ ധ്യാനത്തിന് ഒരുക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടി പോവും. പിന്നെ ആരെങ്കിലും വിളിക്കും, ഇങ്ങനെ ഒരു എന്തെങ്കിലും ഞങ്ങൾക്ക് ഒന്ന് വീട്ടിലേക്ക് വരണം, ഒന്ന് പ്രാർത്ഥിക്കണം, അപ്പോൾ ഞങ്ങൾ ഒരാളെ ധ്യാനത്തിന് ഒരുക്കാണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ വിടാനായിട്ട് ഒരുക്കാനൊക്കെ ആയിട്ട് ഞാൻ പോവാറുണ്ട്. പിന്നെ വേറൊരു കർത്താവ് അനുഗ്രഹിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ കുറച്ച് നാളുകൾ പോയിരുന്നു. പോയി ഞാൻ ബോംബെ, മഹാരാഷ്ട്ര, രാജസ്ഥാൻ അവിടെയൊക്കെ പോയി. രാജസ്ഥാനിൽ പോണ സമയങ്ങളിൽ നമ്മൾ മരുഭൂമിയുടെ ഒരവസ്ഥയിലേക്കാണ് ചെല്ലണത്. ആ സമയങ്ങളിൽ വണ്ടിയിലിരുന്ന എല്ലാവർക്കും, ഞങ്ങളുടെ കൂടെ അച്ഛനുണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഒരു കസിൻ തോമസ് എന്ന് പറഞ്ഞൊരു ബ്രദർ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഫുൾ പെയിനാണ്, വേദനയാണ്. പക്ഷെ കർത്താവ് എനിക്ക് മാത്രം ഒരു പ്രശ്നമില്ല. അപ്പോൾ നമുക്കൊരു അടയാളമാണ്. നമ്മുടെ എല്ലുകൾക്ക് ബലം വന്നു, നമുക്ക് ശക്തി പ്രാപിച്ചു. അപ്പോൾ എല്ലാവരും പറയും ബിനുവിന് വേദന ഉണ്ടാ, എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എനിക്കൊരു കുഴപ്പം ഇല്ല. വണ്ടിയിലുള്ള എല്ലാവർക്കും വേദനയും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അത് ദൈവത്തിൻ്റെ ഒരു പരിപാലനയാണ്. ഞാൻ ഇവിടെ ചെന്നിട്ട് എന്തൊക്കെ ചെയ്യും? മിഷനിൽ ചെന്നിട്ട് ഹിന്ദി അറിയില്ലെങ്കിലും നമ്മൾ ട്രാൻസ്ലേഷനായിട്ട് വേറെ ആൾ GCUത്തിൽ നിന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ അനുഭവമൊക്കെ പറയുമ്പോൾ
ഞങ്ങൾ ഒരുപാട് നേരം അവർ ആദിവാസികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദൂരത്തു നിന്നാണ് വരാം. അവിടെ ഒരു ആശ്രമമുണ്ട്. അപ്പം ഞങ്ങൾ വരുമ്പോൾ അവിടെ ഫുൾ ആൾക്കാർ വന്ന് അവിടെ നമ്മുടെ ചുറ്റും വന്നിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കുന്ന പോലെ നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കും, മെസ്സേജ് എടുക്കും. അപ്പോൾ അവിടെയുള്ളവർക്ക് ഒരുപാട് സൗഖ്യം അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര അനുഭവമായിരുന്നു അവിടെ, നല്ലൊരു അനുഭവം. അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ അവർ എത്ര ദൂരമായാലും അവർ ആ സമയങ്ങളിൽ രാത്രി 10-12 മണി വരെയൊക്കെ അവർ ചിലപ്പോൾ നമ്മുടെ അടുത്തൊക്കെ വന്നിരിക്കാൻ അവർ ഒരു മനസ്സുണ്ട്. അപ്പോൾ ബിനുവും 12 മണിവരെയൊക്കെ ഇരിക്കും അവരുടെ കൂടെ? ഞങ്ങൾ കൂടെ ഇരിക്കുന്നത് പ്രാർത്ഥിക്കാറുണ്ട്. ഒരച്ഛനുണ്ട് ഞങ്ങളുടെ സീമയിൽ ഒരു സജീവ തട്ടിൽ എന്ന് പറഞ്ഞ ഒരച്ഛനുണ്ട്. അച്ഛൻ അവിടെ ഞങ്ങളുടെ ഒപ്പം ഇരിക്കും. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും അവരുടെ വീടുകളിലൊക്കെ ഞങ്ങൾ പോയി അവിടെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അവർ തരുന്ന ഭക്ഷണമൊക്കെ നമ്മൾ കഴിക്കും. ശരിക്കും നല്ല മനസ്സോടുകൂടി അത് സ്വീകരിക്കണം. ദൈവത്തിൻ്റെ അവിടെ ഉണ്ടായ ഒരു അനുഭവം പറയാമോ? അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കഴിച്ചു പോയ ഒരു അനുഭവം പറയാമോ? ശരിക്കും ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കടയിൽ കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് വാങ്ങിച്ചിരുന്നു. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കട മാത്രമേ ഉള്ളൂ. ആ കട കഴിഞ്ഞ് വേറെ കടയില്ല. അപ്പോൾ ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചപ്പോൾ കവറ് പൊട്ടിച്ചപ്പോഴേക്കും ബിസ്ക്കറ്റ് പൊടി പോലെയായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയൊക്കെ നമ്മുടെ ഇവിടുത്തെ മക്കൾക്കും ഇവർക്കൊക്കെ നമ്മൾ കഴിക്കുന്നത് നല്ല തരത്തിലുള്ള ബിസ്ക്കറ്റും കാര്യങ്ങളാണ്. അവിടെ അത് പൊട്ടിച്ചപ്പോഴേക്കും അപ്പോൾ എക്സ്പയറി ഡേറ്റ് ഞാൻ നോക്കിയപ്പോൾ എത്രയാണ് 2000 ബാക്കിലേക്ക് വരുന്ന ഒരു ഡേറ്റാണ് അവിടെ ഇരിക്കുന്നത്, ആ ഡേറ്റ്. അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ കരഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്കൊക്കെ ശരിക്കും കർത്താവ് അത്രമാത്രം അനുഗ്രഹിക്കുന്നുണ്ട്. അവിടെ ആ മക്കൾ അവിടെ കണ്ടു കഴിയുമ്പോൾ അവരുടെ ശരീരം ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല രീതിയിലുള്ള ഭക്ഷണം പോലും കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ പ്രാർത്ഥിക്കാനായിട്ട് കൂടുതലൊരു പ്രചോദനം അവിടെ ഉണ്ടായി. അവരുടെ ഭക്ഷണ രീതികൾ എന്താണ്? അവിടുത്തെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെളിയിലും അവിടെ ഇടയ്ക്ക് വന്നിട്ടാണ് അവർ ഭക്ഷണം വയ്ക്കുക. നമ്മളവിടെ ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലെ കുടിക്കണമെങ്കിൽ മദർ തെരേസ പറഞ്ഞതുപോലെ എന്നിൽ കർത്താവ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഞങ്ങളവിടെ നല്ല മനസ്സോടുകൂടി അത് സ്വീകരിച്ചു. അവർ തന്നെ ഭക്ഷണം വെള്ളം തന്നാലും അതിലൊരു ഒരു കളർ വ്യത്യാസം ഉണ്ടാവും. ശരിക്കും ഞങ്ങളൊക്കെ അത് കുടിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും നമുക്കൊരു ദൈവത്തിലേക്കുള്ളൊരു വഴിയാണ് അതൊക്കെ. അങ്ങനെ നല്ലൊരു അനുഭവം അവിടെ ഉണ്ടായി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ മെഷീനിൽ എത്ര പ്രാവശ്യം പോയി? ഇപ്പോൾ പല പ്രാവശ്യമൊക്കെ ആയിട്ട് പോയി. അങ്ങനെ ഒരു 10-12 പ്രാവശ്യമൊക്കെ ആയിട്ട് അങ്ങനെ പല പ്രാവശ്യമൊക്കെ ആയിട്ട്. പിന്നെ അവിടെ നിന്നു, 1 മാസം 2 ഒക്കെ നിന്നു, അവിടെ നിന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരും. പിന്നെ വീട്ടിലെ അമ്മയും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പോയി വരുന്നു. ഇവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് വീട്ടിൽ മധ്യസ്ഥ പ്രാർത്ഥന കൂടാതെ? ഞാൻ വീട്ടിൽ മധ്യസ്ഥ പ്രാർത്ഥന കൂടാണ്ട് ചെറിയ രൂപങ്ങളിലെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. അത് നമ്മളൊരു ആത്മീയമായിട്ടൊരു പിന്നെ കുറച്ച് കുട്ടികളെ ഡ്രോയിങ് പഠിപ്പിക്കുന്നുണ്ട്. അത് എൻ്റെ ഉദ്ദേശം ഇത് ഈശോനെ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ഇവിടെ കുട്ടികൾ വരുന്നുണ്ട്, അങ്ങനെ പഠിക്കുന്നുണ്ട്. വരയും നേരത്തെ പഠിച്ചിരുന്നതാണോ? ഇല്ല, അത് പഠിച്ചിട്ടില്ല. വരയും പഠിച്ചിട്ടില്ല, പാട്ടും പഠിച്ചിട്ടില്ല, ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അതൊക്കെ കർത്താവ് നമുക്ക് തന്നൊരു അനുഗ്രഹമാണ്. പക്ഷെ അതിപ്പോഴാണ് തിരിച്ചറിയാൻ പറ്റിയത്. ഇതിനു മുമ്പ് പാടുന്നുണ്ടായിരുന്നു, വരയ്ക്കുന്നുണ്ടായിരുന്നു, അതിലൊന്നും ഒരു ആനന്ദം കണ്ടെത്താനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പോൾ ഈ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ വന്ന് പഠിക്കുന്നതിനൊക്കെ ഫീസ് തരുമോ എന്തെങ്കിലുമൊക്കെ? അവർ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. നമ്മളങ്ങനെ അതിനു വേണ്ടി ഇതല്ല. ഇതിൽ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരെ ആത്മീയമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാനാണ് അവരെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് കൊണ്ടുവരാനും അങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യാറ്. ഇപ്പോൾ ഈ രൂപമൊക്കെ എങ്ങനെ ഉണ്ടാക്കിയിട്ട് വല്ലവരും എടുക്കുമോ കമ്പനിക്കാരോ? നമ്മൾ അറിയണ ഒരു മഠങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ എടുക്കും. പിന്നെ നമ്മൾ റീപെയിൻറ്റിങ് ഉണ്ട്, അതൊക്കെ ചെയ്യും. പള്ളിയിൽ നിന്ന് കൊണ്ട് തരും, അങ്ങനെ ചെയ്യും. അതാണ് ശരിക്കും പറഞ്ഞാൽ വരുമാന മാർഗ്ഗം ഇപ്പോൾ? അതുള്ളൂ. പിന്നെ അത്യാവശ്യം നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെ പറയാനായിട്ട് അല്ലെങ്കിൽ സ്ഥലങ്ങളിലൊക്കെ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഏത് ടീമിൻ്റെ കൂടെ ധ്യാനിപ്പിക്കാനൊക്കെ പോകുന്നത് സാധാരണ? ഞങ്ങൾ അസിസി പ്രയർ ടീമിൽ ഇവിടെ ഉണ്ട്. ഞാൻ ധ്യാനിപ്പിക്കാൻ അസിസിയുടെ കൂടെ തന്നെയാണ്. ഇവർ അച്ഛൻ്റെ കൂടെ ഫ്രാൻസിസ് തലക്കൂടെ അച്ഛൻ്റെ കൂടെയാണ്. അച്ഛൻ വിളിച്ച ഒരു സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ അടുത്തുള്ള പള്ളികളിലൊക്കെ നമ്മൾ സാക്ഷ്യം പറയാനൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ട് അസിസി പ്രയർ ടീമായിട്ട്. ബിനുവിനെ വർഷങ്ങളായിട്ട് എനിക്കറിയാം. ശാരീരികമായിട്ട് ഒത്തിരി വൈകല്യങ്ങളുള്ളവനാണ്. ബിനുവിൻ്റെ വീട്ടിലെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഒക്കെ വൈകല്യമുണ്ട്. ഡോക്ടർമാർ ഇനി ബിനു നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ തമ്പുരാൻ അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ. ഇന്ന് ബിനു നടക്കുന്നുണ്ട്. ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങൾ മറന്നുകൊണ്ട് ഇന്ന് അനേകർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ, തമ്പുരാൻ്റെ സന്നിധിയിൽ കരഞ്ഞപേക്ഷിക്കാനായിട്ട് ഇന്ന് ബിനു ഒത്തിരി തീക്ഷ്ണത കാണിക്കുന്നുണ്ട്. ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങളുണ്ടെങ്കിലും മാനസികമായും ആത്മീയമായും
ഒത്തിരി ചടുലതയോടുകൂടെ പ്രവർത്തിക്കുന്ന, തീക്ഷ്ണതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മകനാണ്. ഇന്ന് അസീസി പ്രാർത്ഥന കൂട്ടായ്മയുടെ ഒരു ശക്തി തന്നെയാണ് ബിനു. ഫിലിപ്പിയക്കാർക്ക് ലേഖനത്തിലെ 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നില്ലേ, എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. മനുഷ്യൻ ബലഹീനനാണെങ്കിലും ദൈവത്തെ അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നുള്ള വലിയ ബോധ്യത്തോടുകൂടെ അനേകർക്ക് വേണ്ടി ആത്മീയവും ശാരീരികവും മാനസികവുമായി തളർന്നിട്ടുള്ളവർക്ക് വേണ്ടി തമ്പുരാൻ്റെ സന്നിധിയിലെ മാധ്യസ്ഥം വഹിച്ച് ഇന്ന് ബിനു പ്രാർത്ഥിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് അസ്ഥികൾ ഒടിയുകയും കാലൊക്കെ ഇങ്ങനെ ഇതുപോലെ വളഞ്ഞ് അല്ലേ, ഇത് ജന്മനാ തന്നെ കാലിങ്ങനെ ഇരുന്നാണോ? ജന്മനാ കാലം ഇങ്ങനെ തന്നെയാണ്. ഈ അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റമില്ല. എപ്പോഴും വേദനയും, എപ്പോഴും ഒടിയിലാണ്. ക്ലാസ്സിലൊന്നും പോകാനായിട്ട് സാധിച്ചിരുന്നില്ല. പകുതി ദിവസങ്ങളിലൊക്കെ അവിടുത്തെ സിസ്റ്റേഴ്സിന് പോലും തലവേദനയായി. അവർക്ക് എപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ വെറുതെ തട്ടിയാൽ മതി, എല്ല് ഒടിയുന്ന അവസ്ഥയായിരുന്നു. അതുകൊണ്ട് കുട്ടികൾ ഞങ്ങളുടെ വികലാംഗർ തമ്മിൽ തന്നെ കളിക്കുമ്പോൾ അവർ കാലുമ പിടിക്കുമ്പോൾ എല്ല് ഒടിയും. അപ്പോൾ ഞങ്ങൾ ഒറ്റപ്പെട്ടൊരവസ്ഥയാണ് എല്ലാവരും തൊടത്തില്ല നമ്മൾ. അപ്പോൾ ആരും എൻ്റെ അടുത്ത് വരാറില്ല. എന്ന് പറഞ്ഞാൽ ബിരുവിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ കാലെല്ല് പൊട്ടും അങ്ങനെയുള്ളത് കൊണ്ട് ആരും എൻ്റെ അടുത്ത് വരാറില്ല. അപ്പോൾ ഈ 10 വർഷക്കാലമൊക്കെ ഒറ്റപ്പെട്ടൊരു ജീവിതമാണ്. അത് നമുക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അവിടെ എല്ലാവരും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആൾക്കൂട്ടത്തിൽ തന്നെ എന്ന രീതിയിലായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പോൾ ഇപ്പോഴിതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെയൊക്കെ അവസ്ഥയൊക്കെ മാറി, അതിനെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ് മാറി, മനോഭാവം മാറി അല്ലേ? മനോഭാവം പൂർണ്ണമായിട്ട് മാറി. ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കർത്താവ് ഞാനിങ്ങനെ ആയിരിക്കും തന്നെ ഏറ്റവും വലിയ ഞാൻ അനുഗ്രഹമായിട്ട് കാണാണ്. എൻ്റെ ഓർമ്മയിൽ വരുന്ന ഏതെങ്കിലും വ്യക്തികളുടെ അടിസ്ഥാനപരമായ ഒരു മാനസാന്തരം വന്ന ഏതെങ്കിലും വ്യക്തികളെ പേര് പറയണമെന്നില്ല, ഏതെങ്കിലും വ്യക്തികളുടെ സംഭവങ്ങൾ പറയാൻ പറ്റുമോ? അത് ഇങ്ങനെ ഷെയർ ചെയ്ത വഴി ഒരു കാരണവശാലും മാനസാന്തരത്തിലേക്ക് വരാത്ത വ്യക്തികളോ അല്ലെങ്കിൽ ഒരു കാരണവശാലും പ്രത്യാശയിലേക്ക് വരാത്ത വ്യക്തികളെയോ അങ്ങനെയുള്ള ആരെങ്കിലും പരിചയപ്പെടുത്താമോ ഞങ്ങൾക്ക്? 2-3 പേരുടെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ഫാമിലി ഇങ്ങനെ ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ടിരുന്നു. അപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് വിളിച്ചുള്ളൂ, ഇങ്ങനെ ഭയങ്കര പ്രശ്നമാണ്, അത് ഗൾഫ് ഇതിലാണ്. അപ്പോൾ ഒരു സാധ്യതയില്ല, ഇങ്ങനെ വർഷങ്ങളായിട്ട് ഒരു ഇതില്ല, സാധ്യത ഇങ്ങനെ സംസാരം പോലും ഇല്ല. അപ്പോൾ എന്നോട് വിളിച്ച് അപ്പം ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചുള്ളൂ. അപ്പം ഞാനപ്പം തന്നെ ഞാനും എൻ്റെ അനിയനൊക്കെ കൂടി ആ സമയം അവിടെ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കും, പറയാണ് വർഷങ്ങളായിട്ട് ഫോൺ കോൾ പോലും വരാണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നത്. അപ്പോൾ ഫോൺ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അത് വലിയൊരു ഇടപെടലാണ്. നമ്മളത് സിമ്പിളായിട്ട് അന്ന് നോക്കിയപ്പോൾ ഇതായിട്ട് കണ്ടു, പക്ഷേ വർഷങ്ങളായിട്ട് അവർ മാറി നിൽക്കായിരുന്നു, ഫോൺ കോൾ പോലും വിളിക്കാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ സംസാരിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞ് വിളിക്കും, അവിടെ വിദേശത്ത് നിന്ന് ആ ചേട്ടൻ ചേച്ചീനെ വിളിക്കുന്ന ഒരു അനുഭവം, അത് വലിയൊരു അനുഭവം ഉണ്ടായി. അവരൊന്നിച്ചായി. ഇപ്പോൾ ഇവിടെ വന്നു, അപ്പം ഞങ്ങളൊക്കെ അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഏതായാലും അനേകർക്ക് ആശ്വാസമാണ് ബിനുവിൻ്റെ ജീവിതം ഇപ്പോൾ. അതെ അതെ അല്ലേ? കുടുംബത്തിലെ അമ്മയുടെ പേരൊന്നും പറഞ്ഞില്ലല്ലോ, ഒന്ന് പരിചയപ്പെടുത്താമോ? അമ്മയുടെ പേരും? അമ്മയുടെ പേര് മേരി എന്നാണ്, അപ്പച്ചൻ്റെ പേര് ആൻഡ്രു എന്നാണ്. അനിയനുണ്ട്, പിന്നെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. ഇപ്പം അനിയനുണ്ട്, അനിയൻ വീട്ടിലുണ്ട്. അവനിങ്ങനെ ഒരു കൂട്ടായ്മയിൽ മനുഷ്യ സ്നേഹികൾ എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയുണ്ട്. അവിടെ അവൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നു, ജപമാല കെട്ടുന്നു. അവൻ്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ അവൻ ഇറങ്ങിക്കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. എന്നാൽ അവൻ എന്നേക്കാളും കൂടുതൽ സ്ട്രോങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും നല്ല പ്രയറും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, കാലിൽ പ്രശ്നമുണ്ട്. അപ്പം അങ്ങനെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു പോവും. പെങ്ങളെവിടെയാണ്? പെങ്ങൾ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു പുത്തൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ അവർ താമസിക്കുന്നു. പെങ്ങളും അളിയനും 2 മക്കളുണ്ട്. അവർക്കാർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ ഇതുപോലെ? അവർക്ക് മാത്രം കുഴപ്പമില്ല, ബാക്കി ഞങ്ങൾ 3 പേർക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. തൻ്റെ കൊച്ചു ഭവനത്തിൽ ശരീരവൈകല്യമുള്ള അനിയനോടും അമ്മയോടും ചേർന്ന് കുരിശിലെ സഹനങ്ങളോട് ചേർത്ത് ഇവർ തങ്ങളുടെ ജീവിത ബലിയർപ്പിക്കുന്നു. കുടുംബങ്ങളിലെ ദിവ്യബലിയായ ജപമാലയുടെ കരുത്തും സുഗന്ധവും ഇവർക്ക് സുവിശേഷ സാക്ഷ്യത്തിനുള്ള മനസ്സിന് ബലമേകുന്നു. മാതാവിൻ്റെയും വിശുദ്ധന്മാരുടെയും തിരുസ്വരൂപങ്ങൾക്ക് നിറം നൽകി ഇവർ ഇവരുടെ ജീവിതത്തിന് പുതിയ വർണ്ണങ്ങൾ വരച്ചു ചേർക്കുന്നു. രോഗത്തിലും ജീവിത പ്രശ്നങ്ങളിലും പെട്ടുഴലുന്ന അനേകം വ്യക്തികൾക്കു വേണ്ടി
മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക വിളി തന്നെ നൽകി ദൈവം ഈ യുവാവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പള്ളിയുമായിട്ടുള്ള കണക്ഷൻ പള്ളി കൊയറിൽ പാടുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇടവക ഇപ്പം പാടില്ല. ഞാൻ നേരത്തെ ഞങ്ങളുടെ സ്ഥാപനത്തിലൊക്കെ പാടിക്കൊണ്ടിരുന്നു. ഇപ്പം അങ്ങനെ പാടുന്നില്ല. ഇപ്പോൾ ഇടവക പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ പോകുന്നുണ്ട്. ആ പ്രാർത്ഥന ഗ്രൂപ്പിൽ സജീവമാണ്. അച്ഛനായിട്ടുള്ള അല്ലാതെ പ്രാർത്ഥന ഇവരൊക്കെ ആയിട്ട് പള്ളി ഇടവകയായിട്ട് നല്ലൊരു കണക്ഷനുണ്ട്. ഞാൻ പടവരാട് ഇടവക വികാരിയച്ഛനാണ്. ബിനുമായിട്ട് എനിക്ക് 2 കൊല്ലത്തെ പരിചയവും അടുപ്പവുമുണ്ട്. അവൻ ജന്മനാൽ തന്നെ എല്ലിന് ശേഷി കുറവുള്ളവനാണ്. അവൻ്റെ കുടുംബാംഗമായ അമ്മയും അനുജനും അതുപോലെ തന്നെ. ഈ കുറവുകളിൽ ദൈവത്തിൻ്റെ നിറവ് കണ്ടെത്തി ദൈവത്തിൻ്റെ പരിപാലന അനുഭവിച്ച് ജീവിക്കുന്ന ഒരു സഹോദരനാവൻ. ഇടവകയിലുള്ള പ്രാർത്ഥനാ കൂട്ടായ്മയിലും മറ്റുള്ള ആത്മീയ ശുശ്രൂഷകളിലെല്ലാം അവൻ സജീവമായ രംഗത്തുണ്ട്. ഈ കുറവുകളെല്ലാം കണ്ടിട്ട് നിരാശപ്പെടാതെ അതിൽ ദൈവത്തെ ദർശിക്കുവാനും ദൈവമറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എന്ന് തീർത്ത് ഉറച്ചു പറയുവാനും ബിനുവിന് സാധിക്കുന്നുണ്ട്. ദൈവപരിപാലനയിൽ ആശ്രയിച്ച് അടിയുറച്ച് വിശ്വസിച്ച് ജീവിതത്തിലുണ്ടാകുന്നതെല്ലാത്തിനെയും ദൈവികമായി വ്യാഖ്യാനിച്ച് സന്തോഷവും സമാധാനവും കണ്ടെത്തുന്നവനാണ് ബിനു. അനേകരെ ധ്യാനത്തിന് വിട്ടിട്ടുണ്ട് ഇതിനോടകം അല്ലേ? അനേകര ധ്യാനം. ഇടവകയിൽ നിന്ന് ഏകദേശം എത്ര പേരെ വിടാൻ സാധിച്ചിട്ടുണ്ടാവും? ഇടവകയിൽ നിന്ന് ഞങ്ങൾക്ക് എന്നെ അപേക്ഷിച്ചൊരു 10-50 പേരെയൊക്കെ ഞാൻ അവിടെ നിന്ന് ധ്യാനത്തിന് ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുക്കി ധ്യാനത്തിന് വിട്ടിട്ടുണ്ട്. ഏതായാലും അനേകരിന്ന് തങ്ങളുടെ ജീവിതം പാഴായിപ്പോയല്ലോ, ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും തമ്പുരാൻ സ്പർശിച്ച് കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ആനന്ദം ഹൃദയത്തിൽ കിട്ടിയപ്പോൾ ആത്മബലം എന്താണെന്നും എൻ്റെ ആന്തരിക മനുഷ്യൻ്റെ ശക്തി എന്താണെന്ന് പരിശുദ്ധാത്മാവിലൂടെ തിരിച്ചറിയാൻ കഴിഞ്ഞ ഒരാളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് തീർച്ചയായിട്ടും ശരീരത്തെ ദൈവത്തിന് പ്രീതികരമായ ബലിവസ്തുവായി കൊടുത്തപ്പോൾ ഉള്ളിൽ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. അതിൻ്റെ ആനന്ദവും ഒപ്പം അറിയാം ഇത് നശ്വരമായി ശരീരം ഇവിടെ ജീർണിച്ചാലും തീർച്ചയായിട്ടും അനശ്വരമായിട്ട് ഉയർത്തെണീക്കാനുള്ളതാണെന്നുള്ള ബോധം ഇപ്പോൾ ബിനുവിനുണ്ടെന്നുള്ള ഉറപ്പാണല്ലേ? അതുകൊണ്ട് ശരീരത്തിൻ്റെ ഈ അവസ്ഥ ബിനുവിനെ സംബന്ധിച്ച് അതൊരു വിഷയമായിട്ട് തോന്നുന്നില്ല ഇപ്പോൾ. മാത്രമല്ല തൽക്കാലം ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ബിനുവിൻ്റെ ജീവിതം ഇനിയും അനേകർക്ക് ഉപകാരപ്രദമാകട്ടെ. ബിനുവിൻ്റെ ഈ ഷെയറിങ് ഷാലോം പ്രേക്ഷകർക്കും ഞങ്ങൾക്കൊക്കെയും വളരെയധികം ആത്മീയമായ ഉണർവ് നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും സന്തോഷമുണ്ട് ഞങ്ങളോട് സഹകരിച്ച്. ജീവിതത്തിൻ്റെ നിരാശയുടെ പടുകുഴിയിൽ മുഖം പൊത്തിയിരിക്കാതെ സ്വർഗത്തിലെ നമ്മുടെ നാഥൻ്റെ സവിധെ നോക്കുവാനും സകലതും നന്മയ്ക്കായി മാറ്റുന്ന അവിടുത്തെ പദ്ധതിക്കായി കാത്തിരിക്കാനും ബിനു നമുക്ക് മാതൃകയേകുന്നു. തൻ്റെ അധരങ്ങൾ വഴി പ്രത്യാശയുടെ വചനങ്ങൾ മാത്രം ഇദ്ദേഹം ഉരുവിടുന്നു. ആപത്തിൽ കരുതുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് മാത്രം ഇദ്ദേഹം മറ്റുള്ളവരോട് പറയുന്നു. ഒരു നവീകരണ ധ്യാനം നൽകിയ ഉൾവെളിച്ചം ഇന്നും അണയാതെ ഹൃദയത്തിൽ ഇവർ സൂക്ഷിക്കുന്നു. തൻ്റെ കൂട്ടായ്മയോട് ചേർന്ന് കർത്താവിൻ്റെ പൊള്ളുന്ന വയലേലകളിൽ വളരെ തീഷ്ണതയോടെ ഇദ്ദേഹം വ്യാപരിക്കുന്നു. ഈ ചെറിയ മനുഷ്യൻ്റെ ഉള്ളിലെരിയുന്ന വലിയ സുവിശേഷ യോദ്ധാവിന് പ്രണാമം. ഓർക്കുക, നമ്മുടെ നാഥൻ എളിയവരിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവനാകുന്നു. ആമേൻ. ശിഷ്യനായ യേശു വിളിക്കുന്നു, സാക്ഷിയായി നിന്നെ വിളിക്കുന്നു. കലപ്പയിൽ കൈവച്ചു പിന്തിരിഞ്ഞിടാതെ യേശുവിൻ സാക്ഷിയായി നീ നീങ്ങണം. ശിഷ്യനായ യേശു വിളിക്കുന്നു, സാക്ഷിയായി നിന്നെ വിളിക്കുന്നു.